ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നിരപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു നോമ്പുകാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അന്യോന്യം ക്ഷമിപ്പാനും പൊറുക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും ബന്ധങ്ങൾ പുതുക്കുവാനുമുള്ള ഒരു നിയോഗമാണ് നമ്മുടെ മുൻപിലുള്ളത്. അല്പനേരത്തെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 6-ാമത്തെ വാക്യം: നീ യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളൊക്കെയും വിളിച്ചു പറക, ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തുകൊള്ളുവിൻ. നൊബേൽ സമ്മാന അർഹനായ അബ്ദുൾ റസാഖിൻ്റെ ശ്രദ്ധേയമായ ഒരു നോവലാണ് ദ മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ. അധിനിവേശത്തിൻ്റെ കാഠിന്യത്തിലും സമ്മർദ്ദത്തിലും സ്വന്തം രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ പലായനത്തിൻ്റെ അനുഭവങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കഥ വികസിക്കുന്നത്. പുസ്തക തലക്കെട്ട് സൂചന നൽകുന്നതുപോലെ 2 വ്യത്യസ്ത അനുഭവങ്ങൾ അദ്ദേഹം ചേർത്ത് വച്ചിരിക്കുന്നു: പുറപ്പാടും ഓർമ്മകളും. ഓരോ പുറപ്പാടും തീവ്ര നൊമ്പര അനുഭവമാണെങ്കിലും അത് പ്രത്യാശയും പോരാട്ട വീര്യവുമാണ് സമ്മാനിക്കുക. അതിൻ്റെ ഓർമ്മകൾ പുത്തൻ പ്രതീക്ഷകളുടെ കാഴ്ചപ്പാടുകളുടെയും ജാലകമാണ് തുറന്നിടുന്നത്. വേദപുസ്തക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുറപ്പാട് സംഭവം ഓർമ്മകൾ മാത്രമല്ല സമ്മാനിച്ചത്, പ്രത്യുത ദൈവവുമായുള്ള ഉടമ്പടി ബന്ധമാണ് സാധ്യമാക്കിയത്. അതുകൊണ്ട് ദൈവവചനമായി ജനം കണ്ടിരുന്നത് ഉടമ്പടി നിയമങ്ങളെയാണ്. അതിനാൽ നിയമത്തിൻ്റെ വചനങ്ങൾ എന്ന് യിരെമ്യാവ് അതിനെ വിളിക്കുന്നു. തീച്ചൂളയിലെ ദൈവത്തെ തേനൂറും സമൃദ്ധിയിൽ മറക്കരുത്. തീച്ചൂളയിൽ നമുക്ക് സഹായകനായി വരുന്ന ദൈവത്തെ നമ്മുടെ സമൃദ്ധിയിൽ നാം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം വചനം അനുസരിക്കുന്നതിലാണ് നിലനിൽക്കുന്നത്. അനുസരണം കേവലം ഭൗതികമായ ഒരു കണ്ടെത്തലിൽ അവസാനിപ്പിക്കുവാനല്ല, മറിച്ച് പ്രായോഗിക ജീവിതാനുഭവങ്ങളിൽ പ്രതിഫലിക്കുവാനാണ് നിഷ്കർഷിക്കുന്നത്. മിസ്രൈമിലെ അടിമ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തി യിരെമ്യാവ് ജനത്തോട് പറയുന്നത് അവരുടെ പുത്തൻ നന്മകളിലും കനാൻ പോലെയുള്ള ധനസമൃദ്ധിയിലും ദൈവത്തെ മറക്കരുത് എന്നാണ്. വചനം അനുസരിക്കുന്നില്ലെങ്കിൽ അത് ശാപമായി മാറും. ഉടമ്പടി ലംഘനം ദൈവജനത്തെ മർദ്ദക സമൂഹമാക്കും. അങ്ങനെ അവർ ദേശത്തിന് ശാപമാകും. അവിടെ മനുഷ്യത്വം അപമാനപ്പെടും. പ്രകൃതി ചൂഷണത്തിനിരയാകും. വർഗസമൂഹങ്ങൾ രൂപപ്പെടും. മനുഷ്യൻ്റെ പാപത്തിൽ ഭൂമി ശപിക്കപ്പെടും. അതുകൊണ്ട് വചനാനുസരണത്തിൽ പങ്കിടലിലേക്ക് സഹവർത്തിത്വത്തിലേക്കും നമുക്ക് മടങ്ങാം. സദ്വർത്തമാനത്തിൻ്റെ പ്രഘോഷകരാകുക. ഈ വേദഭാഗം വ്യക്തമാക്കുന്നത് പോലെ യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിൻ്റെ വീഥികളിലും ഈ വചനം വിളിച്ചു പറയുവാനുള്ള നിയോഗമാണ് ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് വിമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രഘോഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ നസ്രേത്ത് പ്രഖ്യാപനവും ഈ സദ്വാർത്തയാണ്. സദ്വാർത്ത ഘോഷിക്കുന്നവർ അറിയേണ്ടതിന് സുവിശേഷം പ്രസംഗിയുടേതല്ല, മറിച്ച് ദൈവത്തിൻ്റേത് ആണ്. ഓരോ പ്രഘോഷണവും ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ പങ്കുവയ്ക്കലാണ്. ഈ വചനം നാം കേൾക്കുമ്പോൾ ഓർക്കേണ്ടത്, നാം അനന്തമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ്. ദൈവം നമ്മിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി ഒരു കൈത്താങ്ങ് അവരിന് നൽകുന്നതിലൂടെയാകാം, തളർന്നിരിക്കുന്ന മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തുന്നതിലൂടെയാകാം, മറ്റുള്ളവനെ ഒന്ന് കേൾക്കുന്നതിലൂടെ ആയിരിക്കാം. ഏത് വിധേയനയുമായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ ഉപയോഗിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പകർന്നു നൽകുന്ന, സദ്വർത്തമാനം പ്രഘോഷിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് അനുസരിച്ച് അവനെ ഉയർത്തിക്കാട്ടുന്നവരായി തീരുന്നതിന് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.